ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. പ്രായം വരുമ്പോൾ അല്ലെങ്കിൽ പ്രായമേറുമ്പോൾ കാണുന്ന 3 പ്രധാനപ്പെട്ട തലച്ചോറ് സംബന്ധമായ അല്ലെങ്കിൽ മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങളാണ് സ്ട്രോക്ക്, പാർക്കിൻസൺസ് ഡിസീസ് ആൻഡ് ഡിമെൻഷ്യ. ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണ് ഡിമെൻഷ്യ, എന്താണ് അൽസൈമേഴ്സ് ഡിസീസ് തമ്മിലുള്ള വ്യത്യാസം. ഡിമെൻഷ്യ എന്നാൽ എന്താണ്? ഡിമെൻഷ്യ ഒരു പ്രത്യേക രോഗമല്ല, മറിച്ച് നമ്മുടെ ഓർമ്മശക്തി, ചിന്താശക്തി, സാമൂഹിക ക്ഷമത എന്നിവയെ ബാധിക്കുന്ന പലതരം രോഗങ്ങളുടെ ഒരു സമ്മിശ്രമാണ്, അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. നമുക്കിതിനെ ഒരു അംബ്രല്ല ടേം എന്ന് പറയാം. അപ്പോൾ ഇത് ഒരു മസ്തിഷ്ക സംബന്ധമായ രോഗമാണ്. ഈ ഡിമെൻഷ്യ എത്ര തരമുണ്ട്? പലതരത്തിലുള്ള ഡിമെൻഷ്യ ഉണ്ട്. ഇതിലേറ്റവും കൂടുതലായിട്ട് കാണുന്നത് 40 മുതൽ 80%, 70% വരെ ആൾക്കാർക്കും കാണുന്നത് അൽസൈമേഴ്സ് ഡിസീസാണ്. രണ്ടാമത്തത് വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയും. ഇപ്പം പല പ്രാവശ്യം സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക്, അതായത് തലച്ചോറിലേക്കുള്ള രക്തോട്ടത്തിന് കുറവ് വന്ന ആൾക്കാർക്ക് കാണുന്ന ഓർമ്മയിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ട് വരുന്ന ഡിമെൻഷ്യയാണ് നമ്മൾ വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയും. ഇതുകൂടാതെ ചില ഡീജനറേറ്റീവ് ഡിസീസ്, അതായത് തലച്ചോറ് ക്ഷയിച്ചു പോകുന്ന അസുഖങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലെവി ബോഡി ഡിസീസ്, പിന്നെ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ. ഇങ്ങനെ പലതരത്തിലുള്ള ഡിമെൻഷ്യകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത് പലതരം രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഡിമെൻഷ്യ എത്ര ആൾക്കാർക്ക് കാണുന്നുണ്ട്? ലോകത്തിൽ ഏതാണ്ട് 5 കോടി ആൾക്കാർക്ക് ഇപ്പോൾ ഡിമെൻഷ്യ ഉണ്ടെന്നാണ് പഠനങ്ങളിൽ കാണുന്നത്. ഇതൊരു 2025 അല്ലെങ്കിൽ 2050 ആകുമ്പോൾ, 2025 അല്ല 2050 ആകുന്നതോടുകൂടി ഏതാണ്ട് 15 കോടി ആൾക്കാർക്ക് ഡിമെൻഷ്യ രോഗം കണ്ടെത്താം. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 3 സെക്കൻഡിൽ ഒരാൾ ഡിമെൻഷ്യക്ക് അടിമയാകുന്നു എന്ന് കാണുന്നു. ഇനി എങ്ങനെയാണ് ഡിമെൻഷ്യ ഉണ്ടോ എന്ന് തിരിച്ചറിയാം? ഇത് പ്രധാനമായിട്ടും മറവിയാണ് ആദ്യത്തെ ലക്ഷണം. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കുന്ന രീതിയിൽ മറവി അഥവാ ഓർമ്മ പിശക് ഉണ്ടാകുമ്പോഴാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുക. ആകുന്നവരിലുള്ള മറവിയെപ്പറ്റി കഴിഞ്ഞ സെഷനിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ കൂടുതലാകുമ്പോൾ ആണ് നമ്മൾ ഈ ഡിമെൻഷ്യയുടെ തുടക്കമാണോ എന്ന് സംശയിക്കുന്നത്. ഒരു ഡോക്ടറെ കണ്ട് ഓർമ്മശക്തി പരിശോധിക്കുക, നമ്മുടെ തോട്ട് അല്ലെങ്കിൽ ചിന്താശക്തിയെ പറ്റിയുള്ള ചില ടെസ്റ്റുകൾ, ഇത് രണ്ടും ചെയ്ത് ഡിമെൻഷ്യയുടെ പ്രാഥമിക പരിശോധന ചെയ്യും. അതിനുശേഷം ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അതായത് നമ്മൾ റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്ന് പറയും. അതായത് ചികിത്സിച്ചാൽ ഭേദമാകുന്ന അല്ലെങ്കിൽ ഭേദമാക്കാവുന്ന മേധാശയങ്ങൾ, അതിനാണ് നമ്മൾ റിവേഴ്സിബിൾ ഡിമെൻഷ്യ എന്ന് പറയുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൈറോയിഡിൻ്റെ കുറവ് അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം, പിന്നെ ചില വൈറ്റമിൻസ്, വിറ്റാമിൻ B12 കുറവ് അതുകൊണ്ട് വരാം. അപ്പോൾ അങ്ങനെ ചില ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. ഇതുകൂടാതെ തലയുടെ ടെസ്റ്റ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഡിമെൻഷ്യ എന്ന് പറയുന്ന മസ്തിഷ്ക രോഗമാണ്. അപ്പം ബ്രെയിൻ്റെ സ്കാന് സാധാരണ രീതിയിൽ ചെയ്യുന്നത് MRI സ്കാനാണ്. ഇനി വളരെ കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെറ്റ് സ്കാൻ ഉണ്ട്. പലതരത്തിലുള്ള പെറ്റ് സ്കാൻ ഉണ്ട്. ഇതിന് അമിലോയിഡ് പെറ്റ് സ്കാൻ എന്ന് പറയും. കാരണം അൽസൈമേഴ്സ് ഡിസീസ് ആണല്ലോ ഏറ്റവും കൂടുതലായിട്ടുള്ള ഡിമെൻഷ്യ. ഈ അൽസൈമേഴ്സ് ഡിസീസിൽ ഈ അമിലോയിഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ നമ്മുടെ ബ്രെയിനിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് അമിലോയിഡ് പെറ്റ് സ്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. മറവിയാണ് പ്രധാനപ്പെട്ട ലക്ഷണം. അതോടുകൂടി പല മറ്റ് അനുബന്ധ പ്രശ്നങ്ങളും ഉണ്ടാകും. അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം. ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ഡിസീസ്, അതായത് ഇത് വഷളാകുന്ന രോഗമാണ്. ഒരിക്കൽ അൽസൈമേഴ്സ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. പ്രോഗ്രസീവ് ഡിസീസാണ് ഇത്. പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലൂടെയാണ് പോവുക.
ഒന്നാമത്തെ ഘട്ടം പ്രാരംഭഘട്ടം, മധ്യഘട്ടം, പിന്നെ അഡ്വാൻസ്ഡ്. പല രീതിയിൽ നമ്മൾ സ്റ്റേ ചെയ്യാറുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് ഈ 3 തരത്തിൽ പ്രാഥമിക ഘട്ടം, മധ്യഘട്ടം, വൈകിയ ഘട്ടം എന്ന രീതിയിൽ നമുക്കിതിനെ തിരിക്കാൻ സാധിക്കും. ഇനി രോഗം നേരത്തെ കണ്ടെത്തിയത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നേരത്തെ കണ്ടെത്തിയാൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വല്ലതും ഉണ്ടോ? അതായത് ഹൈപ്പോതൈറോയിഡിസം, വൈറ്റമിൻ ഡെഫിഷ്യൻസി, തലച്ചോറിലെ ചില മുഴകൾ, സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയുന്ന അസുഖം, ഇങ്ങനെയുള്ള പല കാരണങ്ങളാലാണോ ഈ ഡിമെൻഷ്യ വന്നിരിക്കുന്നതെന്ന് കണ്ടെത്തുകയും അതിന് ചികിത്സിക്കാൻ സാധിക്കും. ഇതുകൂടാതെ ജീവിതം കൂടുതൽ ആസൂത്രണം ചെയ്യാനും ഇവർക്ക് കൂടുതൽ നല്ല പരിചരണം നൽകാനും പിന്നെ ഒരു പരിധി വരെ ഈ ഡിമെൻഷ്യയുടെ പ്രോഗ്രഷനെ വഷളാകുന്നതിനെ നമുക്ക് തടയാൻ മരുന്നുകളിലൂടെ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നേരത്തെ കണ്ടെത്തുന്നത് നല്ലതാണ്. ഇനി എന്തൊക്കെയാണ് വാർണിംഗ് സൈൻസ്? വാർണിംഗ് സൈൻസ് എന്താണെന്ന് നമുക്ക് അടുത്ത സെഷനിൽ കൂടുതലായിട്ട് പറയാം. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർമ്മക്കുറവാണ്. രണ്ടാമത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവ് കുറയുക. എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ സാധിക്കാതെ വരിക. പിന്നെ ദൈനംദിന ജോലികൾക്ക് ബുദ്ധിമുട്ട്. ഉദാഹരണമായിട്ട് ഷോപ്പിങ്ങിന് പോവുക, സാധനം വാങ്ങുക, ഒരു ലിസ്റ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ ലിസ്റ്റിലെ സാധനങ്ങളില്ലാതെ തിരിച്ചു വരിക. അടുത്തത് സമയത്തെക്കുറിച്ചും സ്ഥലകാലത്തെക്കുറിച്ചുമുള്ള ബോധമില്ലായ്മ. സമയം എത്രയെന്നറിയില്ല, രാവിലെയാണോ വൈകുന്നേരമാണോ എന്നറിയില്ല, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കാതെ വരിക. ഇങ്ങനെയുള്ള സ്ഥലകാല വിഭ്രമങ്ങൾ വരാം. പിന്നെ കാഴ്ചയിൽ ചില വ്യത്യാസങ്ങൾ, ചിലർക്ക് ചില ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, അങ്ങനെയുള്ള കാഴ്ചയിലുള്ള ചില പ്രശ്നങ്ങൾ വരാം. പിന്നെ കൃത്യമായിട്ടുള്ള വാക്കുകൾ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്. ഉദാഹരണമായിട്ട് നമുക്കൊരു സാധനം വാങ്ങണം, വാക്ക് കിട്ടില്ല. ഇത് പലപ്പോഴും നോർമലാണ്, പക്ഷേ ഒരു ലിമിറ്റിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതും ഒരു ഇതിൻ്റെ ലക്ഷണമാണ്. പിന്നെ മറവി, ആദ്യമേ തന്നെ പറഞ്ഞു, സാധനങ്ങൾ എവിടെയെങ്കിലും വെക്കുക, താക്കോല്, കണ്ണട, എന്നിട്ട് അത് എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരിക. ഇത് പലപ്പോഴും നോർമലാണ്, പക്ഷേ എല്ലാ സമയത്തും സംഭവിക്കുകയാണെങ്കിൽ ഇത് മോശം, ഇതൊരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെ എടുക്കാം. പിന്നെ പ്രോപ്പറായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഇല്ലാതിരിക്കുക. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ന്യായാന്യായങ്ങൾ നോക്കി അതിൻ്റെ കറക്റ്റായിട്ട് പറയാൻ സാധിക്കാതെ വരിക. പിന്നെയുള്ള സൊസൈറ്റിയിൽ നിന്നും പിൻവാങ്ങുക, സാമൂഹികമായി പിൻവാങ്ങൽ. അത് മിക്കവാറും എല്ലാ അൽസീമേഴ്സ് ഡിസീസ് ആൾക്കാർക്കും കാണുന്നതാണ്. പിന്നെ ഉള്ളത് മാനസികാവസ്ഥയിലെ ചേഞ്ചുകൾ, മൂഡ് ചേഞ്ച് വരിക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, സങ്കടം വരിക, അങ്ങനെയുള്ള പല മാനസിക പ്രശ്നങ്ങളും ഇതോടൊപ്പം തന്നെ വരാം. ഈ സിംറ്റംസ് എന്താണ്, ഓരോന്നിനെ പറ്റിയും ഇതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതിനെ പറ്റിയും അടുത്ത സെഷനിൽ ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.